പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിധ. ഇശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു. ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു. യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേലിൻ മധുരഗായകൻ തന്നെ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. അവന്റെ വചനം എന്റെ നാവിന്മേലിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം കൽപ്പിച്ചു. ഇസ്രായേലിൻ പാറ എന്നോട് അരുളി ചെയ്തു. മനുഷ്യരെ നീതിമാനായി ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ വാഴുന്നവൻ, മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിങ്കിലെ പ്രകാശത്തിനു തുല്യൻ, മഴയ്ക്ക് പിമ്പ് സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളം പുല്ലിന് തുല്യൻ. ദൈവസന്നിധിയിൽ എൻ്റെ ഗൃഹം അതുപോലെയല്ലയോ? അവൻ എന്നോട് ഒരു ശാശ്വത നിയമം ചെയ്തുവല്ലോ. അതെല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. അവൻ എനിക്ക് സകല രക്ഷയും വാഞ്ചയും തഴപ്പിക്കയില്ലയോ? എന്നാൽ സകല നീചന്മാരും എറിഞ്ഞുകിടക്കുന്നതും കൈകൊണ്ട് പിടിച്ചുകൂടാത്തതുമായ മുള്ളുപോലെയാകുന്നു. അവയെ തൊടുവാൻ തുനിയുന്നവൻ ഇരുമ്പും കുന്തപ്പിടിയും ധരിച്ചിരിക്കണം. അവ കിടക്കുന്നിടത്ത് തന്നെ തീ വെച്ച് ചുട്ടുകളയണം. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത്: തക്കേമോന്യൻ, യോശേബ, ബെശേബെത്ത്. അവൻ നായകന്മാരിൽ തലവൻ. 800 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്ന എസ്നിയൻ അദീനോ ഇവൻ തന്നെ. അവന്റെ ശേഷം ഒരു അഹോഹ്യന്റെ മകനായ ദോദായിയുടെ മകൻ എലയാസർ. അവർ ഫെലിസ്ത്യർ യുദ്ധത്തിന് കൂടിയിരുന്ന സ്ഥലത്തു നിന്ന് ഇസ്രായേലെ പൊയ്ക്കളഞ്ഞപ്പോൾ ദാവീദിനോട് കൂടി നിന്ന് ഫെലിസ്ത്യരെ വെല്ലുവിളിച്ച് 3 വീരന്മാരിൽ ഒരുത്തനായിരുന്നു. അവൻ എഴുന്നേറ്റ് കൈ തളർന്ന് വാളോട് പറ്റിപ്പോകും വരെ ഫെലിസ്ത്യരെ വെട്ടി. അന്ന് യഹോവ വലിയൊരു ജയം നൽകി. കൊള്ളയിടുവാൻ മാത്രമേ പടജനം അവന്റെ അടുക്കൽ മടങ്ങി വന്നുള്ളൂ. അവന്റെ ശേഷം ഹാരാര്യനായ ആഗയുടെ മകനായ ഷമ്മ ഒരിക്കൽ ചെറുപയറുള്ള ഒരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്ത്യർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അവനോ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫെലിസ്ത്യരെ വെട്ടി. യഹോവ വലിയൊരു ജയം നൽകി. 30 നായകന്മാരിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അതുല്ലാങ്കുകയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ഫെലിസ്ത്യരുടെ സൈന്യം റെഫായിം താഴ്വരയിൽ പാളയമിറങ്ങിയിരുന്നു. അന്ന് ദാവീദ് ദുർഖത്തിലായിരുന്നു. ഫെലിസ്ത്യർക്ക് ബെത്ലഹേമിൽ അക്കാലത്ത് ഒരു കാവൽ പട്ടാളം ഉണ്ടായിരുന്നു. ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്നും വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരുമെന്ന് ദാവീദ് ആർത്തിപൂണ്ടി പറഞ്ഞു. അപ്പോൾ ആ 3 വീരന്മാരും ഫെലിസ്ത്യരുടെ പാളയത്തിൽ കൂടി കടന്നു ചെന്ന് ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ചൊഴിച്ചു. യഹോവയെ, തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കയോ? ഇത് ചെയ്യുവാൻ എനിക്ക് സംഗതി വരരുതേ എന്ന് പറഞ്ഞു. അത് കുടിപ്പാൻ അവന് മനസ്സിലായിരുന്നു. ഇതാകുന്നു ഈ 3 വീരന്മാർ ചെയ്തത്. യോബാബിന്റെ സഹോദരനും സെരൂയയുടെ മകനുമായ അബീശായി 3 പേരിൽ തലവനായിരുന്നു. അവൻ തന്റെ കുന്തത്തെ 300 പേരുടെ നേരെ ഓങ്ങി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ മൂവരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു. അവൻ മൂവരിലും മാനമേറിയവനായിരുന്നു. അവർക്ക് തലവനായി തീർന്നു. എന്നാൽ അവൻ മറ്റേ മൂവരോളം വരികയില്ല. കബ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകൻ ബെനായാവും വീര്യപ്രവർത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരീയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതുമല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ കോമളനായ ഒരു മിസ്രായിമിനെയും സംഹരിച്ചു. മിസ്രായിമിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. അവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിസ്രായിമിന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നു. ഇത് രഹോയാദയുടെ മകനായ ബെനായാവ് ചെയ്തു. 3 വീരന്മാരിൽ കീർത്തി പ്രാപിച്ചു. അവൻ 30 പേരിൽ മാനമേറിയവനായിരുന്നു. എങ്കിലും മറ്റേ 3 പേരോളം വരികയില്ല. ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. യോബാബിന്റെ സഹോദരനായ അസാഹേൽ 30 പേരിൽ ഒരുത്തനായിരുന്നു. അവർ ആരെന്നാൽ ബെത്ലഹേമിനായ ദോദോവിന്റെ മകൻ എൽഹാനാൻ, ഹരോദ്യൻ ഷമ്മ, ഹരോദ്യൻ എലീഖ, പൽത്യൻ ഹേലസ്, തെക്കോവിനായ ഇക്കേഷിന്റെ മകൻ ഈര, അനാദോത്യൻ അബിയേസർ, ഹുഷാത്യൻ മെബൂനായി, അഹോഹ്യൻ സൽമോൻ, നെത്തോഫാത്യൻ മഹരായി, നെത്തോഫാത്യനായ ബാനയുടെ മകൻ ഹേലേബ, ബെന്യാമീനരുടെ ഗിബയയിൽ നിന്നുള്ള റീബായിയുടെ മകൻ ഇത്തായി, പിരാതോന്യൻ ബെനായാവ്, നഗലേകാശുകാരൻ ഹിത്തായി, അർബാത്യൻ അബി അൽബോൻ, ബെർഹൂമ്യൻ അസ്മാബെത്ത്, ഷാൽബോന്യൻ എൽഹ്യാബ. യാഷ്യന്റെ പുത്രന്മാർ യോനാഥാൻ, ഹരാര്യർ ഷമ്മ, അരാന്യനായ ഷാരാരിന്റെ മകൻ അഹീരാം, മാഖാത്യന്റെ മകനായ അഹഷ്ബായിയുടെ മകൻ എലിഫേലത്ത്, ഹിലോന്യനായ അഹീലോഫേലിന്റെ മകൻ എലിയാം, കർമേലിയൻ ഹെസ്രോ, അർബിയൻ പാറായി,
സോബാക്കാരനായ നാഥാന്റെ മകൻ ഈഗാൽ, യാദ്യാൻ ബാനി, സെരൂയുടെ മകനായ യോബാബിന്റെ ആയുധവാഹകന്മാരായ അമ്മോന്യൻ സേലക്, ബെരോത്യൻ, നഹരായി, ഇത്രിയൻ, ഈര, ഇത്രിയൻ, ഹാരേബ്, ഹിത്യൻ, ഊരിയാവ്, ഇങ്ങനെ ആകെ 37 പേർ. വായിച്ചതായ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.